CPI-യിൽ എന്താണ് പെട്ടെന്ന് സംഭവിക്കുന്നത്? ആ ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇന്ന് ഉയരുന്നത്. CPI-യുടെ 2 നേതാക്കൾ തമ്മിലുള്ള എറണാകുളം ജില്ലയിലെ നേതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അവരിലൊരാൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന കൗൺസിൽ അംഗമാണ്. രണ്ടാമത്തെ ആൾ CPI-യുടെ മുൻ നാഷണൽ കൗൺസിൽ അംഗമാണ്, ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ തമ്മിലുള്ള ഒരു സംഭാഷണം, അവരൊരു കാറിൽ വെച്ച് നടത്തിയ സ്വകാര്യ സംഭാഷണമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് വാദിക്കുന്നവരുണ്ട്. അവരുടെ പാർട്ടി സംഘടന, പാർട്ടി ഫോറങ്ങളിലെ അഭിപ്രായ പ്രകടനമൊന്നുമല്ല. അവരൊരു വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചതാണ്. അത് മറ്റൊരു അവസരത്തിൽ അതങ്ങനെ ആവണമെന്നില്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് എന്നൊക്കെ തരത്തിൽ ലഘൂകരിക്കുന്നവരുണ്ട്. പക്ഷേ അത് നടത്തിയത്, അതിൻ്റെ ഒരു സംഭാഷണത്തിൻ്റെ രീതി, അല്ലെ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആളെ ആ പാർട്ടിയുടെ പദവിയിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നൊക്കെയുള്ള തരത്തിൽ വളരെ സംസ്ഥാന സെക്രട്ടറിയെ താറടിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം, അത് പുറത്തു വന്നതാണ് ഇപ്പോൾ പാർട്ടിയിൽ ചർച്ചയായിരിക്കുന്നത്, CPI-യിൽ ചർച്ചയായിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ സംഭാഷണത്തിന്റെ ഭാഗമായിരുന്ന 2 പേരും, ദിനകരനും കമലാ സദാനന്ദനും, ഇവർ 2 പേരും CPI-യിലെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അതായത് അടുത്ത സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ എറണാകുളം ജില്ലയിലെ വിശ്വസ്തരെന്ന് പറയാവുന്ന 2 പേരാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സംസാരിച്ചത്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, പാർട്ടിയുടെ മണ്ഡല സമ്മേളനം കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPI കടക്കുമ്പോൾ, ഇങ്ങനെ സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന, ബിനോയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. അത് ഒരു ഒറ്റപ്പെട്ടതല്ല, പലയിടത്തും അങ്ങനെ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പല നേതാക്കൾ തമ്മിൽ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ 2 പേരുടെ സംസാരത്തിലൂടെ പുറത്തു വന്നത് എന്നുള്ള പ്രചാരണമാണ്. അതാണ് ഈ പുറത്തു വന്ന ശബ്ദരേഖയുടെ പ്രാധാന്യം. തീർച്ചയായിട്ടും ബിനോയ് വിശ്വം പുതിയ സംസ്ഥാന സെക്രട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കാനൻ രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷം ഇപ്പോൾ 1 വർഷത്തിലേറെയായി സംസ്ഥാന സെക്രട്ടറി ആയിട്ട്, പക്ഷേ ഇപ്പോഴും ഒരു പുതുമ മാറിയിട്ടില്ല. പുതിയ മന്ദിരത്തിലേക്ക് CPI മാറി. അതിനിടയിൽ അങ്ങനെ ഒരു പുതുമോടിയോടെയാണ് ഇപ്പോഴും ബിനോയ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPI-യുടെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 1 വർഷത്തെ കാലയളവിൽ അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് LDF-ന് പുറത്തുമൊക്കെ CPI-യുടെ ഒരു വ്യക്തിത്വം നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ CPM-ന്റെ ചില നിലപാടുകൾ എടുത്ത ശേഷം അദ്ദേഹത്തിന് CPM-ന്റെ നിലപാടിന് ബ്രൂവറി അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത നിലപാട് എടുത്ത ശേഷം CPM-ന് വഴങ്ങേണ്ടി വന്നു എന്നുള്ള വിമർശനം അദ്ദേഹം കേൾക്കുന്നു. സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഒരു ഗ്രിപ്പ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള വിമർശിക്കുന്നവരുണ്ട്. അദ്ദേഹം നേരത്തെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു വിമർശനവും പോരായ്മയുമാണ്, അദ്ദേഹം ഒരിക്കൽ പോലും ഒരു ബ്രാഞ്ചിൽ പോലും പാർട്ടിയെ നയിച്ചിട്ടില്ല, സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടില്ല. വിവിധ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം വരെ ആയിരുന്നപ്പോഴാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയത്. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറി പദത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള പോരായ്മ ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ചില വെല്ലുവിളികൾ അദ്ദേഹം നേരിടുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഉള്ള ഗുണങ്ങൾ എടുത്ത് പ്രതിപാദിക്കുന്നവരുണ്ട്. കാരണം അദ്ദേഹം പാർട്ടിക്കകത്ത് തുറന്ന ചർച്ച പ്രോത്സാഹിപ്പിക്കുന്നു. എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഒക്കെ വളരെ ദീർഘമായി, നേരത്തെ കാരണത്തിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം പറയുന്നത് അംഗീകരിച്ച് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ചില വിമർശനങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഒഴിച്ചാൽ ഒരു തുറന്ന ചർച്ച പലപ്പോഴും നടക്കാറുണ്ടായിരുന്നില്ല. ആ രീതി മാറ്റി എല്ലാവർക്കും പാർട്ടി കാര്യങ്ങൾ അഭിപ്രായം പറയാം. തനിക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ അദ്ദേഹം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് ഒന്നും ഒരു തടസ്സം അദ്ദേഹം നിൽക്കുന്നില്ല. രണ്ടാമത്, പാർട്ടി ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരു വിശേഷണം ബിനോയ്ക്ക് അവകാശപ്പെടാം. ഒരു തരത്തിലുള്ള അഴിമതിയോടും അദ്ദേഹം സന്ധി ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവുമായുള്ള വശങ്ങൾ ബിനോയുമായി ബന്ധപ്പെട്ട് CPI-ക്കകത്ത് ചർച്ചയിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം, അതായത് അദ്ദേഹത്തിന് പോരാ, CPI സംസ്ഥാന സെക്രട്ടറി പോരാ എന്നുള്ള തരത്തിലുള്ള ഒരു സംഭാഷണം പുറത്തു വന്നത്. ഇത് ബിനോയ് നിഷേധിച്ചിട്ടുണ്ട്. ബിനോയ് പറഞ്ഞിരിക്കുന്നത് ഇത് അവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് കമലാ സദാനന്ദനും
ദിനകരനും അങ്ങനെ ഒരു സംസാരം സ്വകാര്യ സംഭാഷണത്തിൽ പോലും തനിക്കെതിരെ നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരായിരിക്കില്ല, മാധ്യമങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും എന്നൊക്കെയുള്ള തരത്തിൽ അതിനെ പരസ്യമായി അതിനെ ലഘൂകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ പാർട്ടിക്കകത്ത് ഇത് നിൽക്കുകയാണ്. തനിക്കെതിരെയുള്ള ഒരു സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഉള്ളൊരു ഗൂഢാലോചനയുടെയോ അല്ലെങ്കിൽ ആസൂത്രണത്തിൻ്റെയോ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു സംഭാഷണം പുറത്തു വന്നത് എന്നുള്ളൊരു സന്ദേഹം ബിനോയ്ക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന് പിന്നിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം, ഒരു പടനീക്കം CPI-ക്കകത്തുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. CPI സാധാരണഗതിയിൽ ബിനോയ് ഇപ്പോൾ കാനത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് സെക്രട്ടറിയായ ബിനോയ് ഇപ്പോൾ സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് മണ്ഡല സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് വീണ്ടും സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഒരു പാർട്ടി സെക്രട്ടറിക്ക്, ഒരു ഇടക്കാലത്ത് വരുന്നൊരു പാർട്ടി സെക്രട്ടറിക്ക് ഒരു സമ്മേളനത്തിൽ വെച്ച് സെക്രട്ടറി ആകുമ്പോഴാണ് അതിൻ്റെ എല്ലാ ആധികാരികതയും വരിക. പൂർണ്ണമായി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കരുത്ത് ആർജിക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസരം ബിനോയ്ക്ക് നിഷേധിക്കപ്പെടാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ കരിയറിൻ്റെ കരിയറിന് അതിൻ്റെ ഒരു സ്വാഭാവികത പരിണാമമാണ് ഒരു സമ്മേളനത്തിൽ വെച്ച് സെക്രട്ടറി ആകുക എന്നുള്ളത്. അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായാൽ അതായത് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ഒരു കരിയറിന് തന്നെ അതൊരു വലിയ തിരിച്ചടിയായി മാറും. അങ്ങനെ ഒരു ക്രൂരമായ നിലപാട് CPIയിൽ നിന്ന് ഉണ്ടാവും എന്ന് ബിനോയും ഒരുപക്ഷെ കരുതുന്നുണ്ടാവില്ല. അതുകൊണ്ട് സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവവികാസങ്ങൾ വന്നിരിക്കുന്നു. അതിനെ ഈ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഇവർ രണ്ടുപേരും പങ്കുവെച്ച അഭിപ്രായ പ്രകടനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുകയും അതൊരു പടനീക്കമായിട്ട് ബിനോയ്ക്കെതിരെ രൂപപ്പെടുകയും, അതായത് സ്വന്തം പക്ഷത്ത് നിന്ന് നിൽക്കുന്ന രണ്ടുപേരാണ് ഇങ്ങനെ സംസാരിച്ചത്. അങ്ങനെയുള്ള സ്വന്തം പക്ഷത്ത് തന്നെ അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ ഉള്ളവർ ഇനിയുമുണ്ടോ, അവരെ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണം തനിക്കെതിരെ നടത്തുന്നുണ്ടോ, ഇതൊക്കെയാണ് ബിനോയ്ക്ക് ഇപ്പോൾ നിർണായകമായി വരുന്നത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു എതിർപക്ഷം, അതായത് CPI-ക്കകത്ത് ഇപ്പോൾ കാനൻ രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷം കാനത്തിനൊപ്പം നിന്നവരെല്ലാം തന്നെ ബിനോയുടെ പുതിയ സെക്രട്ടറിക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. K. ഇസ്മായിൽ ആയിരുന്നു അദ്ദേഹത്തിന്, കാനത്തിന് വലിയ ഒരു വെല്ലുവിളി നേരത്തെ ഉണ്ടാക്കിയിരുന്ന. ഇസ്മായിൽ പാലക്കാട്ടെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എറണാകുളത്ത് P. രാജുവിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ 6 മാസത്തേക്ക് പാർട്ടി സസ്പെൻഷനിലാണ്. അതായത് ഈ സമ്മേളന കാലയളവ് അദ്ദേഹത്തിന് ഒരു തരത്തിലും പാർട്ടിയെ സ്വാധീനിക്കാൻ ആവുന്ന തരത്തിൽ പോലും കഴിയാത്ത തരത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ഏതാണ്ട് പുറത്ത് എന്ന് പറയാവുന്ന നിലയിൽ, പുറത്തല്ല എങ്കിൽ പോലും സസ്പെൻഷൻ പാർട്ടി സംഘടനാ സംവിധാനത്തിന് പുറത്ത് അദ്ദേഹം നിൽക്കുകയാണ്. മറ്റൊരാൾ പ്രകാശ് ബാബുവാണ്. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമാണ്. കാനം സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ ഇസ്മായിൽ, പ്രകാശ് ബാബു, അച്യുതണ്ട് രൂപപ്പെട്ട് വരികയും പ്രകാശ് ബാബുവിനെ സെക്രട്ടറിയാക്കാനുള്ള ഒരു നീക്കം നടക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും അത് പിന്നീട് അങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകാതെ പ്രശ്നങ്ങൾ ഒത്തുതീർക്കുകയും കാനം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെടുകയും ആ സമയത്ത് അതിനുശേഷം പ്രകാശ് ബാബുവിനെ നാഷണൽ എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന പ്രകാശ് ബാബു കാനത്തിന്റെ നിര്യാണത്തെ തുടർന്ന് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. ബിനോയിയാണ് സെക്രട്ടറി ആയത്. പിന്നീട് 2 ഘട്ടങ്ങളിൽ അദ്ദേഹം രാജ്യസഭാംഗത്വം വിചാരിച്ചിരുന്നു. ഒരു തവണ നേരത്തെ കാനം ഉണ്ടായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പക്ഷേ ആ സമയത്ത് ആയത് സന്തോഷ് കുമാറാണ്. പിന്നീട് ബിനോയ് രാജ്യസഭാംഗത്വം ഒഴിഞ്ഞതിനെ തുടർന്ന് ആ സമയത്തും അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതിന് പകരം നറുക്ക് വീണത് അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിനാണ്. അപ്പോൾ അങ്ങനെ തന്നെ പൂർണ്ണമായിട്ടും തനിക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു, തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ള നിലയിൽ വളരെ ഒരു മാറി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് പ്രകാശ് ബാബു. അദ്ദേഹം ഒരു ആസൂത്രണത്തിനോ ഇപ്പോഴത്തെ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കത്തിനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നാണ് പലരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എതിർപക്ഷത്ത് നിന്ന്, അതായത് ബിനോയ് വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് ബിനോയ്ക്കെതിരെ ഒരു നീക്കമുണ്ടാവാൻ, അദ്ദേഹത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴാണ് ഈ സ്വന്തം പക്ഷത്ത് എന്തെങ്കിലും
അപ്പോൾ നീക്കങ്ങൾ തനിക്കെതിരെ ഉണ്ടോ എന്ന് ബിനോയ്ക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് CPI എപ്പോഴും ജില്ലാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളിലെ ഉരുത്തിരിഞ്ഞ സംഭവവികാസങ്ങളാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിലേക്ക് പാർട്ടി നീങ്ങുമ്പോൾ അത് ചില ടേണിംഗ് പോയിന്റുകളായിട്ട് മാറുന്നത്. ജില്ലാ സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. മണ്ഡല സമ്മേളനങ്ങൾ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായിട്ട് തന്നെ പിന്നിട്ടു. ഇപ്പോൾ ബിനോയ് ഔദ്യോഗിക പക്ഷത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഭിന്നത രൂപപ്പെടുമോ, അതിനുള്ള തുടക്കമാകുമോ ഈ ശബ്ദരേഖ എന്നുള്ളത് ഈ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകാം. എന്തായാലും CPIയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില നേതൃത്വം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത് ഏത് തലത്തിലേക്ക് എത്ര ഗൗരവത്തിലേക്ക് വരും എന്നുള്ളത് കാര്യം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.